സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് CPM-കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല മരണപ്പെട്ടുള്ളത്, RSS-കാരും മരണപ്പെട്ടിട്ടുണ്ട്. മരണം സ്വാഭാവികമായിട്ട് ദൗർഭാഗ്യകരമാണ് ഏത് പക്ഷത്തായ. പക്ഷേ അത് കൃത്യമായിട്ട് അത് ആരാണ് ഈ സംഘർഷങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുന്നത്? അത് സംഘർഷങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ഇക്കാര്യത്തിൽ RSS തന്നെയാണ്. അത് നേതൃത്വതലത്തിലുള്ള ആലോചനയുടെ ഭാഗമാണ്. അതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? ബിജുവിന് ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇത് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും RSS-നെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടി ഇത് മാറുമല്ലോ. ആ ചെറുത്തുനിൽപ്പ് CPIM നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ബിജുവിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർക്ക് പോലും ഈ ചോദ്യങ്ങൾ ചോദിക്കാനോ എൻ്റെ ഉത്തരം പ്രക്ഷേപണം ചെയ്യാനോ കഴിയില്ല. പക്ഷേ നിങ്ങളീ പറഞ്ഞ പോലെ ഈ പറയുന്ന BJP-യുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് മെമ്പർ, കേരളത്തിലെ രാജ്യസഭാ അംഗം, അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ പ്രചാരണം കിട്ടിയത്? അത് വലതുപക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അന്ന് ഈ സംഘർഷത്തിൽ തന്നെ മാതൃഭൂമിയെ പോലെയുള്ള പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിലെ ചില നേതാക്കന്മാർക്ക് ഈ സംഘർഷങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ആസക്തി, മനുഷ്യൻ്റെ രക്തം കാണണം, രക്തം ചിന്തുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ് കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇങ്ങനെയൊക്കെ ആഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആഖ്യാനത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞ ഓൾ കേരള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാരത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ആക്രമണം. കായിക ആക്രമണം മാത്രമല്ല, പിന്നെയോ ആശയപരമായിട്ട് അധിനിവേശം. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി, ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് നേരിട്ടുള്ള കായികമായിട്ടുള്ള സംഘർഷം കുറവാണല്ലോ. അത് കേരളത്തിലെ LDF ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്.